ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കഴക്കൂട്ടം ട്രിവാൻഡ്രത്തുള്ള എക്സിബിഷന് പോയിരുന്നേ. അവിടെ എല്ലാ വർഷവും എക്സിബിഷൻസ് വരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സിബിഷൻ എല്ലാ പ്രാവശ്യം നടന്ന എക്സിബിഷനേക്കാളും ബെറ്ററാണ്, വർത്താണ്. 150 റുപ്പീസേ ഉള്ളൂ ടിക്കറ്റ്. നമ്മളത് വാങ്ങിച്ച് ഇങ്ങനെ കയറി പോയപ്പം കണ്ട കാഴ്ചയാണിത്. ഒരു വാട്ടർഫോൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർഫോൾ പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴോട്ട് ഒരുപാട് ഫിഷസ് ഉണ്ട്. ഫിഷസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ സെറ്റപ്പ് കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആക്കി വെച്ചേക്കുക അവർ. എങ്ങനെ ഇതൊക്കെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബേർഡ്സ് ഉണ്ട്. ബേർഡ്സ് എന്ന് വെച്ചാൽ ഫ്രീ ഫ്ലൈയിങ് ബേർഡ്സാണ്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഒക്കെ പറക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചെന്നൈയിൽ ഒരു സ്ഥലത്ത് ബേർഡ് പാർക്കിൽ പോയപ്പോൾ ഇങ്ങനത്തെ ബേർഡ്സ് എല്ലാം നെറ്റ് ഇട്ട് വെച്ചേക്കുക. അവർ പറയും നമ്മുടെ കഴുത്തിലുള്ള മാല വന്ന് കൊത്തുമെന്നും ഒക്കെ പറയും. അപ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ഓർത്തിന് ഇനി അങ്ങനെ വരുമോ എന്തോ അറിയത്തില്ല. ഇനി ബ്ലാക്ക് ഷെയ്ഡുള്ള കേർട്ടൻസ് സൈഡിലിട്ടേക്കുന്നതുകൊണ്ടാണോ അങ്ങനെ ലൈറ്റ് അടിക്കാത്തതുകൊണ്ടാണോ എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ 2 ക്യൂട്ട് ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിൽ മൊത്തം ബേർഡ്സ് ഇങ്ങനെ പറക്കുക കേട്ടോ. അപ്പം ഒരുപാട് ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു. എല്ലാം ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുക. ആക്ച്വലി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ അതിന് പേടിയില്ല. ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന കുട്ടികൾ, അവിടെ വരുന്ന ആൾക്കാർ ഈ ബേർഡ്സിനെ ഉപദ്രവിക്കുക, ബേർഡ്സിൻ്റെ അടുത്ത് ഒച്ച വെക്കുക, ബേർഡ്സിൻ്റെ അടുത്ത് ഒരു സൗണ്ട് കേൾപ്പിക്കുക. അപ്പോൾ അതുങ്ങളെല്ലാം പാനിക്കാവുക. ഇതുണ്ട്, ഇതുപോലെ മേളിൽ ചുമ്മാ ഒരു കയർ പോലത്തെ സംഭവത്തിൽ ഇരിക്കുക. അത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറന്ന് പോകാൻ വരുകയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഒത്തിരി അടുത്ത് തന്നെ ഇങ്ങനെ ബേർഡ്സിനെ കാണാനുള്ള ഒരു എക്സ്പോഷർ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോയപ്പോഴത്തെ ഈ ഒരു സെറ്റപ്പ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. എപ്പോഴും അക്വേറിയം വരാറുണ്ടായിരുന്നു. അപ്പോൾ അക്വേറിയത്തിൽ കാണുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു ഇത്. ബട്ട് ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത്ര മെയിൻറ്റെയിൻഡ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് തിരക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ തിരക്കില്ലാത്തതാണോ അത് ആൾ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല തിരക്കായിരുന്നു. ഒന്നും കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇത്രയും ടൈപ്പ് ഫിഷസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആക്ച്വലി കുറച്ച് വെറൈറ്റി ഓഫ് ഫിഷസ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഗ്യാപ്പിൽ കൂടെ ഒക്കെ എടുത്ത വീഡിയോസാണേ. നല്ല ഭംഗിയുള്ള ഫിഷസൊക്കെ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ട്. എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് കാണുമ്പം ഒരു പ്രത്യേകത തോന്നിയതും ഭംഗി തോന്നിയ ടൈപ്പ് ഫിഷസിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് മറ്റേ മേളിൽ മുള്ളുള്ള ഒരു ടൈപ്പ് ഫിഷാണ്. പഫർ ഫിഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊങ്ങി കിടപ്പുണ്ടായിരുന്നു മേളിൽ തന്നെ. താഴെ 1-2 ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു എക്സിബിഷൻ തന്നെയാണിത്. ഇതിനകത്ത് ഒരുപാട് ഹൈലൈറ്റ് ഉണ്ട്. ഞാനത് പറയുന്നതായിരിക്കും. 150 റുപ്പീസേ ഉള്ളൂ കേട്ടോ ടിക്കറ്റിന്. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും മാത്രമേ ഉള്ളൂ, കുഞ്ഞിന് ടിക്കറ്റ് ആയില്ല. പിന്നെ ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ഇങ്ങനൊരു ഫിഷ് ഞാൻ കണ്ടപ്പോൾ ആദ്യം ഒരു സ്റ്റോൺ ആണെന്ന് വിചാരിച്ചേ. പിന്നെയാണ് അതൊരു ഫിഷാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇതും വേറെ ഒരു ടൈപ്പ് ഫിഷായിരുന്നു. ഇങ്ങനെ വാ തുറന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. പഫർ ഫിഷാണെന്നാണ് തോന്നുന്നത്. പിന്നെ മേളിലെല്ലാം മുള്ളുണ്ട്. എനിക്ക് അടുത്ത് വീഡിയോ എടുക്കാൻ പറ്റി. തിരക്ക് തീരെ ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ തീരെ തിരക്കില്ലായിരുന്നു. ഇനി ഫ്രൈഡേ ആയിട്ടായിരുന്നോ എന്നും എനിക്ക് അറിയത്തില്ല. തിരക്ക് തീരെ കുറവായിരുന്നു. തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ആസ്വദിക്കാനുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുപോവുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ 150 പേ ചെയ്യുന്നതിൻ്റെ അല്ല, അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തിരി വേർത്തായിട്ട് തോന്നിയില്ലായിരുന്നു. പിന്നെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ ഈ പ്രാവശ്യം 150 റുപ്പീസിന് ഈ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിയലി വർക്ക്സ്. നിങ്ങൾ പോയി നോക്കുക. കാണാൻ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ട് കാണാൻ പോയതാണ്. ഇതൊരു വലിയ ഫിഷാണ് കേട്ടോ. നല്ല നീളത്തിലുള്ള ഫിഷാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
നല്ല ആംബിയൻസ് ആയിട്ട് നല്ല നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ഉണ്ട് അതിനകത്തോട്ട് പോകുമ്പം തന്നെ. നമുക്ക് നല്ലൊരു ഫീലാണ്. ലൈക്ക് നമ്മൾ പുറത്തൊക്കെയുള്ള ഒരു അക്വേറിയത്തിലൊക്കെ പോകുമ്പോഴുള്ള ഒരു സെറ്റപ്പാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദോസ് പീപ്പിൾ ഹു അറേഞ്ച് ദിസ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫിഷാണ്. നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രജൈലാണ്. വെൽ കെയർ നമ്മൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് പോകും, മരിച്ചു പോകും. അങ്ങനെ എനിക്കൊരു 4-5 ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ അത് പോയ പിന്നെ വിഷമം കാരണം പിന്നെ ഞാൻ വേറെ വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു ടൈപ്പ് ഫിഷ് എല്ലാ കളേഴ്സിലും ഉണ്ട്. ഒരു സൈഡ് നമ്മളിങ്ങനെ മുകളിൽ ലൈക്ക് മുകളിലൊന്നും ഇല്ലായിരുന്നു, സൈഡ്സിൽ മാത്രമേ അക്വേറിയം ഉണ്ടായിരുന്നുള്ളേ. പിന്നെ നമ്മൾ നടന്ന് ത്രൂ മറ്റേ സൈഡ് പാസേജിൽ കൂടെ പോകുമ്പോൾ ഇതങ്ങനെ മുകളിൽ കൂടെ മറ്റേ അണ്ടർ വാട്ടർ ഒരു സെറ്റപ്പ് നമുക്ക് വരുന്നതായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഷാർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഷാർക്കില്ലായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഷാർക്കുണ്ട്. ഒരുപാട് ടൈപ്പ് വെറൈറ്റി ടൈപ്പ് ഫിഷസ് ഉണ്ട്. ഫിഷസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മസ്റ്റ് വാച്ചാണ് പോയി. നല്ല ടൈപ്പ് ഫിഷസൊക്കെ ഉണ്ട്. പിന്നെ ഇത് മോളിൽ കൂടെ ഷാർക്ക് പോകുന്ന മറ്റേ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് പോലെ നമുക്ക് തോന്നിക്കും. നല്ല ടണലാണ്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമൊക്കെ അവിടെ ഇവിടെ എന്തൊക്കെയോ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടച്ചൊക്കെ വെച്ചേക്കുമായിരുന്നു, ആ സൈഡിലോട്ട് പോകാൻ പറ്റാതെ. അതുപോലെ തിരക്കും ആളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പക്ഷേ തിരക്കും ആളും ആയിരുന്നതും കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് നല്ലതായിരുന്നു, വെൽ മെയിൻറ്റെയിൻഡ് ആണ്, വൃത്തിയുണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് കോർട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പുറത്തോട്ട് വരും എനിക്ക് ഒരു റേ ഫിഷിനെ കാണാൻ പറ്റി കേട്ടോ. പക്ഷേ ഒരെണ്ണേ ഉള്ളൂ, അതിനെ ഞാൻ ഓടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണിത്. ഒരുപാട് പേര് അതിനെ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓടി പോവുകയാണ്. ഭാഗ്യത്തിന് എനിക്ക് ഇത്രയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റി. ഒരു റേ ഉള്ളായിരുന്നു. എൻ്റെ കൂടെ തന്നെ വേറൊരു ഫിഷ് ഇങ്ങനെ ഒട്ടി നടപ്പുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാണാൻ പറ്റിയതിൽ. ഞാൻ കുറേ ദിവസം കൊണ്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തിരക്കൊക്കെ ആണെങ്കിൽ പെട്ടുപോകുമല്ലോ, കുഞ്ഞായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെയെങ്കിലും പുറത്ത് വന്നാൽ മതി എന്നായിരുന്നു. ബട്ട് ഈ പ്രാവശ്യം കുറച്ച് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഷോയ്ക്ക്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കാണണമെന്ന് വെച്ചതായിരുന്നു. അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഈ ഫിഷസിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇത്രയും വെറൈറ്റി ഓഫ് ഇത്രയും നല്ല ഫിഷസൊക്കെ ഉണ്ട് നമ്മുടെ ലോകത്തിലെ. ജസ്റ്റ് ഇമാജിൻ, എന്ത് അടിപൊളി നേച്ചറാണ് നമ്മുടെ ലോകം. വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും പോയാൽ മാത്രമേ ഇങ്ങനത്തെ ടൈപ്പ് ഫിഷസൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. നമ്മളല്ലാതെ നമ്മളിതൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ കഴിക്കുന്ന ടൈപ്പ് ഫിഷസ് മാത്രമല്ലേ കാണുന്നുള്ളൂ. പിന്നെ ഈ ഒരു ടൈപ്പ് ഫിഷ്, ഇതെന്താ ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതിങ്ങനെ ഫ്രീസായി നിൽക്കുക, കുറേ എണ്ണം മുകളിലോട്ടിങ്ങനെ ലൈക്ക് പോസ് ചെയ്യുന്ന പോലെ തന്നെ ഫ്രീസായി നിൽക്കുക മേളിൽ, അനങ്ങുന്ന പോലുമില്ല. ഇത് വേറെ ഒരു ടൈപ്പ് ഈലാണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ടൈപ്പ് ഷർട്ടായിരുന്നു ഞാനും ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ പിന്നെ നല്ല ഭംഗിയായിരുന്നു, എനിക്ക് ഒരു സിമിലാരിറ്റി തോന്നി. ഈ ടൈപ്പ് ഒത്തിരി ഫിഷസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഓടി നടക്കുന്ന അവിടെ ഇവിടെ. പിന്നെ സീ ഏർച്ചിൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഷ്രിമ്പാണെന്നാണ് തോന്നുന്നത്. ഷ്രിമ്പ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതല്ലല്ലോ. സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു. ലോബ്സ്റ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഷ്രിമ്പ് അല്ല, ലോബ്സ്റ്റർ ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ പോയി കാണുക, അന്നേരം മനസ്സിലാകും. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ പോയി കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ചൊരു സീ ഏർച്ചിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക, കണ്ടിട്ടേ ഉള്ളൂ വീഡിയോസൊക്കെ. നമ്മളെ നേരിട്ട് കാണുക എന്ന് പറയുമ്പോഴേ ഇനി ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ടിയാമ്മയ്ക്ക് ഒരു സ്കൂബ പേഴ്സൺ ഉണ്ടായിരുന്നു. പുള്ളി ഡൈവ് ചെയ്ത് അതിനകത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ടിയാമ്മയ്ക്ക് ഒരു ഹൈഫൈ ഒക്കെ കൊടുത്തു. അടിപൊളിയായിരുന്നു.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആളെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഈ ഒരു എക്സിബിഷനിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഒരു ഫ്ലോറൽ തീമിൽ ബട്ടർഫ്ലൈ, തുമ്പി, ഹണി ബീ, അങ്ങനെ കുറേ ഇൻസെക്റ്റ്, ബീറ്റിൽസൊക്കെ, അങ്ങനത്തെ ടൈപ്പ് സെറ്റിങ്സ് ആയിരുന്നു എല്ലാം. നല്ലതായിരുന്നു. മറ്റേ ലേഡി ബഗ്, തുമ്പിയൊക്കെ കണ്ടോ. എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഭയങ്കര വലുതായിരുന്നു കേട്ടോ. വലിയൊരു ക്രീച്ചർ പോലെ തോന്നിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ചില ഫിഷസ് അതുപോലെ എനിക്ക് കണ്ടപ്പോഴേ 3D ഫിഷ് പോലെയൊക്കെ തോന്നി കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾ പോയി കാണുക. വലിയ ഫ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു. മറ്റേ ഗ്രാസ് ഹോപ്പറിനെ കണ്ടോ, മൂവ് ആകുന്നത് നല്ല ഭംഗിയായിരുന്നു. എല്ലാ ഇൻസെക്ട്സിനും പ്രത്യേക മൂവ്മെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. ടിയാമ്മയ്ക്ക് ചെറിയ പേടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. പിന്നെ ഓടിയൊക്കെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓടുകയും കാണുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, എല്ലാം കാണുന്നുണ്ടായിരുന്നു. ആൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കൊണ്ടുപോയി കാണിക്കുക. ഇതൊക്കെ കാണട്ടെ. അവർക്ക് ഇതൊക്കെ ഒരു നോളേജാണ് അവർക്ക്. ഹണി ബീ ഇങ്ങനെയാണ് വന്ന് ഫ്ലവറിലിരിക്കുന്ന, മറ്റേ നെക്ടർ എടുക്കുന്ന, ഇതൊക്കെ അവർക്കൊരു നോളേജ് അല്ലേ. അപ്പോൾ അവർക്കിതൊന്നും കാണാൻ പറ്റുന്ന കാഴ്ചയല്ല. ലൈക്ക് ഇപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അതേലത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിക്കണം. പക്ഷെ ഇതൊക്കെ ഇത്രയും കാണാൻ പറ്റണമെന്നില്ല അവിടെ പോയാലും. സോ ഇതൊക്കെ നല്ലതായിരുന്നു. ഇങ്ങനെ എനിക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഹണി ബീ ആണ് കുഞ്ഞ്, ഇത് വന്ന് ഹണി എടുക്കുന്നതാണ്, പൂക്കളിൽ നിന്നാണ് ഹണി എടുക്കുന്നത്, ആ ഹണിയാണ് നമുക്ക് ഹണിയായിട്ട് കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ടിയാമ്മയ്ക്ക് കാണാനൊക്കെ. ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ മസ്റ്റായിട്ട് പോയി. ഇതാണ് ഹണി ബീയുടെ ആ ഒരു പൂവിൽ നിന്നിങ്ങനെ നെക്ടർ എടുക്കുന്ന പോലെയുള്ള ഒരു സെറ്റപ്പാണ് ചെയ്ത് വെച്ചിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഇത് കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും വിട്ടു വെച്ചില്ല, എല്ലാം ട്രൈ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആക്ച്വലി പാമ്പിനെ ഭയങ്കര പേടിയാട്ടോ. പാമ്പും അവിടെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ AI റോബോട്ടിക് ഡോഗ്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഹാൻഡ് ഷേക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാർ അതിനെ ഒരുപാട് ഇങ്ങനെ അത് ആക്ച്വലി എന്ന് വെച്ചാൽ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതല്ലേ. അത് കൺഫ്യൂസ്ഡ് ആയി പോവുക. അതിന് നടക്കാനുള്ള സ്ഥലം കൊടുക്കുന്നില്ല, ഓടാനുള്ള സ്ഥലം കൊടുക്കുന്നില്ല, അതിൻ്റേതായ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് അതിന് പറ്റുന്നില്ല. കുട്ടികളൊക്കെ അതിനെ അടിക്കുക, ഉപദ്രവിക്കുക, പിന്നെ പൊക്കാൻ നോക്കുക. അതൊക്കെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കാണുമ്പോഴേ. നമ്മുടെ ആൾക്കാരാണ് ഏറ്റവും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അതിനെ കാണാനോ യൂസ് ചെയ്യാനോ, അല്ലെ അതിൻ്റെ അറിയാനോ പഠിക്കാതെ അങ്ങനെ ചെയ്യാതെ നമ്മളതിനെ കൂടുതൽ ഉപദ്രവിക്കാനും അതിനെ തള്ളിയിടാനും പൊക്കാനും. കുട്ടികളൊക്കെ അതിനെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു, അതുപോലെയൊക്കെ ചെയ്യുകയൊക്കെയായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ബട്ട് റോബോട്ടിക് ഡോഗ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം ഒരു വലിയ ആമ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂവ് ആവുന്ന കേട്ടോ. ആമയുണ്ട്, ആനയുണ്ട്, ടൈഗർ ഉണ്ടായിരുന്നു, ഒരു ഡൈനോയും ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു. ആമയായിരുന്നു ഏറ്റവും വലുത്, അട്രാക്റ്റീവായിട്ടിരുന്നത്. ആന അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു മിനിമലിസ്റ്റിക് വീഡിയോ ആണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് ഒരുപാട് സംഭവങ്ങൾ ഇനിയും കാണാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 150 റുപ്പീസിന് റിയലി വർത്താണ്. തിരക്കില്ലാത്ത സമയത്ത് പോയി കാണാനാണെങ്കിൽ എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും, അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ വന്നപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പാലസ് പോലെ ഒരു സംഭവമാണ് അത്. ഫുള്ളിങ്ങനെ ഫൗണ്ടെയിൻ പോലെ വാട്ടർ ഫ്ലോ ആവുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്തൊരു പാലസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇറങ്ങി വരുന്ന ലാസ്റ്റ് ഇതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഫുഡ് കോർട്ടും പിന്നെ ഒരുപാട് സെയിൽസും അങ്ങനത്തെ, പിന്നെ പുറത്തോട്ട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഫുൾ വീഡിയോ. ഞാൻ ജസ്റ്റ് സ്പീഡപ്പ് ചെയ്ത് കാണിച്ചേക്കാണ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ, ബൈ. ഷെയർ ആൻഡ് ലൈക്ക്.